ഹായ്, ഇന്ന് ഈസ്റ്റർ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇന്ന് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മളിന്ന് ഫിഷ് നിർവ്വാണയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിരിക്കുന്നത് കരിമീനാണ്. കരിമീൻ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞ് മാറ്റി വയ്ക്കുക. ഇത് നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് കൂട്ട് തയ്യാറാക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പഴുത്ത പച്ചമുളക്, കറിവേപ്പില. ഇത് നമ്മൾ മിക്സിയിലിട്ട് നല്ല അടിച്ച് പേസ്റ്റാക്കി, പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആഡ് ചെയ്ത് ഇതെല്ലാം കൂട്ടിലോട്ടാക്കിയിട്ട് ഈ വറുക്കാനുള്ള കരിമീനിലോട്ട് പുരട്ടി മാറ്റി വയ്ക്കുക. അതൊരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമ്മളിത് നല്ല കോക്കനട്ട് ഓയിൽ, നല്ല വെളിച്ചെണ്ണയിൽ ഇത് വറുത്തെടുക്കണം. നമ്മളിത് വറുത്ത് മാറ്റി വയ്ക്കണം. പിന്നെ അതിലോട്ട് നമുക്കൊരു കൂട്ടുണ്ടല്ലോ, ഇതിന് ഗ്രേവി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ വറുത്ത് മാറ്റി വെച്ച എണ്ണയിലോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് വഴറ്റുക. അത് കഴിഞ്ഞ് കറിവേപ്പില, പച്ചമുളക്, പഴുത്ത പച്ചമുളക്, ചെറിയ ഉള്ളി. ഇതിൽ ചെറിയ ഉള്ളി മസ്റ്റാണ്. ചെറിയ ഉള്ളി ഇട്ട് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റുക. അതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതൊന്ന് ഒന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമ്മളതിലോട്ട് മാങ്ങ ആഡ് ചെയ്യുക. മാങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങയുടെ 1/4 പാൽ എടുക്കാം. 1/4 പാലെടുത്ത് അത് ഒഴിച്ചു കൊടുക്കുക. പൗഡറാണെങ്കിൽ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. ഈ കൂട്ടിലോട്ട് ഒഴിച്ച് അതൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കരിമീൻ ഒന്നൊന്നായി പറക്കിയിടുക. പിന്നെ അതൊരു തിള വരും. പിന്നെ നമ്മൾ തവി വെച്ച് ഇളക്കാൻ പാടില്ല, മീൻ പൊടിഞ്ഞു പോകും. പിന്നെ ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് ഒന്ന് തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിച്ചതിന് ശേഷം ലേശം സമയം കഴിഞ്ഞിട്ട് നമ്മളതിൽ പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില കൂടെ ഇട്ട് അടച്ച് മാറ്റി വയ്ക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ അപ്പം, ഇടിയപ്പം, പുട്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.